ഫത്തുഹുൽ മുബീൻ 42-ാമത്തെ സബഖ്. വലാ യുഖാലു പറയപ്പെടാൻ പറ്റൂല. ഇന്നഹു മുസ്തഖും മിനൽ വിലാദത്തി, വിലാദത്ത് എന്നതിന് പിടിക്കപ്പെട്ടതാണ് വലത് എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? വഹിയ വിലാദത്ത്, പ്രസവം എന്നൊക്കെ പറഞ്ഞ അൽ ഖുറൂജ് മിനർ റഹിമി, ഗർഭപാത്രത്തിന് പുറപ്പെടുക എന്നതല്ല വിലാദത്ത്. ലിഅന്നഹു യൽസമു അലൈഹി സൈറൂറത്തുക ഉമ്മ വലദിൻ ബിഖുറൂജിൻ നുത്ഫത്തി. അപ്പോ ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ട് അവളെന്തായി കുട്ടിയുടെ ഉമ്മയായി മാറുക എന്ന് അങ്ങനെ ലാജിമായിട്ട് വരും. അങ്ങനെ ലാജിമായി വരിക ഒരു കാരണം വരും. അത്ര ഒരു കാരണം റഹമെന്ന് പുറപ്പെടുക എന്ന് വെക്കുമ്പോ, വിലാദത്ത് വെക്കുമ്പോ വലത് അയിന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഖൗലു ബിഹി ബഈദുൻ അൻ ദലീൽ ശർഈ, ശർഇന്റെ തെളിവനുസരിച്ച് വെച്ച് നോക്കുമ്പോ വിലാദത്തുനിന്ന് പിടിക്കപ്പെട്ടതാണ് വലത് എന്ന വാക്ക് ബഈദാണ്. വഇന്നമാ സ്വറ ബഅദുൽ ഫുഖഹാഇ ഇലാ സൈറൂറത്തിഹാ ഉമ്മ വലദി ബിദൂനി മാ ദകർനാഹു. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഒരു പെണ്ണ് കുട്ടിന്റെ മാതാവാൻ പറഞ്ഞ പല കാരണം, അതൊന്നുമില്ലാതെ കുട്ടിയുടെ ഉമ്മയാവുക എന്നതിലേക്ക് ചില ഫുഖഹാക്കൾ പോയിട്ടുണ്ട്. അത് പോയത് എന്തിനാന്ന് ചോദിച്ചാൽ ഹിർസൻ അലാ ഇത്ഖിഹ, അവൾ എന്താവണം? അടിമത്തത്തിൽ നിന്ന് മോചിതയാവണം എന്നതിന് മേൽ അനച്ച വെച്ചത് കൊണ്ട് പറഞ്ഞതാണ്. അതിലേക്ക് ആശിച്ചത് കൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത്. വലോ ബിസബബിൻ ലൈഫിൻ, ആ ഇത്ഖുണ്ടാവല് അത് ചെറിയതായ ഒരു ദുർബലമായ കാരണം കൊണ്ടാണെങ്കിലും ശരി, ആ നിലക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ എന്നല്ലാതെ നമ്മൾ പറഞ്ഞ ആ രൂപത്തിലുള്ള ഉമ്മ വലതല്ല ഇത്. പിന്നെ വലദൻ ലുഗതൻ വഉർഫൻ, ഭാഷാപരമായിട്ടും ശറഇന്റെ ഉർഫിലായിട്ടും ഇങ്ങനെ ഇന്ദ്രിയബീജം പുറത്തേക്ക് വന്നാൽ അതിനെന്താ കുട്ടി എന്ന് പേര് പറയപ്പെടാൻ പറ്റൂല എന്ന മൻഅ. എന്തിന്റെ മുമ്പ്? ഖബൽ അർബഅത്തി, 4 മാസത്തിന്റെ മുമ്പ് അങ്ങനെ വന്നാൽ അതിനെന്ത് പറയാൻ പറ്റൂല? കുട്ടി എന്ന് പേര് പറയപ്പെടാൻ പറ്റൂല എന്നുള്ളത് മംനൂ ആണ്. ബൽ പിന്നെയോ ഹൈസു ഉജിതമാ ശറത്തിനാഹോ ഫീഹി ആനിഫൻ, കുട്ടിയാവാൻ പറ്റുന്ന എന്തെല്ലാം നിബന്ധനയാണോ ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്, അപ്പറഞ്ഞ 4 മാസത്തിന്റെ മുമ്പായിട്ട് ഇവിടെ പ്രസവിച്ചത് ഉണ്ടെങ്കിൽ യുസമ്മ വലദൻ ഉർഫൻ, സാധാരണഗതിയിൽ കുട്ടി എന്ന് പറയാൻ പറ്റും. ഖിലാഫിൻ നുത്തുബത്തി, നുത്തുബത്ത് പോന്നാൽ ഒഴികെ നുത്തുബത്തിന് കുട്ടി എന്ന് പറയാൻ പറ്റൂല, ഒരു അടയാളം അതിലുണ്ടാവൂല. ലാ തുസമ്മ മുത്തലഖൻ, അത് എന്തായാലും എന്ത് പറയാൻ പറ്റൂല, എങ്ങനെയായാലും 4 മാസമായാലും പാടില്ല, മുമ്പാലും പാടില്ല. നുത്തുബത്താണോ കുട്ടി എന്ന് പറയാൻ പറ്റൂല. വഖദൽ അലഖത്തു, ഇതുപോലെ തന്നെയാണ് രക്തക്കട്ടയാണെങ്കിലും പറയൂല. പിന്നെ പറയാണോ ലമാനുഹു ബിൽ ജിനായത്തി, പിന്നെ അവൻ ഉത്തരവാദിയാവുക എന്നുള്ളത്, അതിനെ നശിപ്പിച്ചാൽ ഉത്തരവാദിയാകുമല്ലോ ജിനായത്ത് കൊണ്ട്. ആ ജിനായത്ത് കൊണ്ടുള്ള ഉത്തരവാദിത്വം അത് നളീറു മാ മർറബിൽ ഇദ്ദത്തി, ഇദ്ദ കഴിയുന്ന കാര്യത്തിൽ പറഞ്ഞ സംഗതി അതിനോട് സമാനമായി തുല്യമായതൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ദ്രോഹിച്ച് നശിപ്പിച്ചാൽ ഉത്തരവാദിയാവുമെന്ന് പറയുന്ന അർത്ഥം അങ്ങനെയാണ്. വഖാല അലിയും കറമല്ലാഹു വജ്ഹഹു, അലിയാർ തങ്ങൾ പറഞ്ഞു, ലാ യുൽമനു അത്താ തംളിയ അലൈഹിൽ അത്വാറു സബഅത്തുൽ മദ്കൂറത്തു അവ്വലുൽ മുഅ്മിനീൻ. മുഅ്മിൻ സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ 7 ഘട്ടങ്ങളുണ്ട്. ആ 7 ഘട്ടങ്ങൾ കഴിയുന്നത് വരെ അവന് ജിനായത്ത് നടത്തിയാൽ ഉത്തരവാദിയാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പോയ 7 ഘട്ടത്തിൽ ഒന്നാമത് സുലാലത്ത്, രണ്ടാമത്തെ നുത്തുബത്ത്, മൂന്നാമത്തത് അലഖത്ത്, നാലാമത്തത് മുളഅത്ത്. പിന്നെ പറഞ്ഞ സുമ്മൽ ഇല്ലാമു എല്ല്, സുമ്മ കസൗതുക ലഹ്മ, പിന്നീട് എന്ത് ചെയ്യുക? മാംസമൊക്കെ പൊതിയുക. അപ്പൊ 6 ആയി. സുമ്മ ഇൻഷാ ഖൽഖൻ ആഖിറ, പിന്നൊരു 7ാമത്തെ ഘട്ടം സൃഷ്ടിക്കൽ മനുഷ്യനായിട്ട്. ഇങ്ങനെ വരണം. ഇങ്ങനെ വരുമ്പോ ഇത് നശിപ്പിക്കുമ്പോഴേ ഉത്തരവാദിയാവുകയുള്ളൂ എന്നാ, ഇതില്ലെങ്കിൽ ഇല്ലാന്നും പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ കുട്ടിയാവണമെന്ന് രൂപാന്തരപ്പെടണം എന്ന് മനസ്സിലാക്കാറോ. നുത്തുബത്തും ഒന്നൊന്നും അതിൽ ബാധകമല്ല. പിന്നെ ഹദീസ് പറഞ്ഞില്ലേ, എന്നാണ് അവിടെ വല്ലാഹിന് കൂട്ടിക്കൊടുത്ത് പറഞ്ഞു. വല്ലാഹില്ലദീ ലാ ഇലാഹ ഗൈറു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വേറൊരു ഇലാഹില്ല. ഈ പറഞ്ഞതിൽ ഫീഹി, ഇതിലുണ്ട് അൽ ഹലഫു, സത്യം ചെയ്യലുണ്ട്, മിൻ ഗൈരി ഇസ്തിഹ്ലാഫിൻ, സത്യം ചെയ്യലിനെ തേടാതെ. അവിടെ സത്യം ചെയ്യണമെന്ന് തേടിയിട്ടില്ല, തേടയില്ലാതെ സത്യം ചെയ്യലുണ്ടല്ലോ. വലാ കറാഹത്തബി, ഇങ്ങനെ സത്യം ചെയ്തിൽ കറാഹത്തില്ല. എപ്പോ ഇതാക്കാരുടെ ഇതിന് വല്ല കാരണമുണ്ടെങ്കിൽ,
കാരണം ഏതുപോലെയൊക്കെ തെർക്കീബിൻ ശക്തിപ്പെടുത്തും പോലാവും, തെർഹീബിൻ പേടിപ്പിക്കും പോലാവും, താജീബിൻ പുതുമയാകും പോലാവും, താജീബിനെ പുതുമയാക്കൽ പോലെ. കമാഹുന ഇവിടെ താജീബാണ്. ഇങ്ങനെയുള്ള ഒരു പല കാരണങ്ങളുണ്ടാവും. ഈ കാരണങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യാം. ഫൈനൽ അറബ നിശ്ചയമായിട്ടും അറബികൾ ഇതാ തഅജ്ജബത്തും മിൻ ഷൈഇൻ വല്ല വസ്തുവിൽ നിന്നും അവർ പുതുമയായാൽ, അത്ഭുതം കൂടിക്കഴിഞ്ഞാൽ അക്സമത്ത് അലി അതിന്റെ മേൽ അള്ളാഹിന്റെ മേൽ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുമെന്നാണ്. അങ്ങനെ ഉണ്ടാവുക. പിന്നെ വസാദ അല്ലതി, അല്ലതി എന്തിനെന്ന് കൂട്ടിക്കൊടുത്തു. ഇപ്പൊ വല്ലതി എന്ന് പറഞ്ഞില്ലേ, ആ അല്ലതി എന്ന് കൂട്ടിയത് ലി മുനാസബത്തിൽ മഖാമി, ഇവിടുത്തെ മഖാമിനോട് യോജിച്ചതിന് വേണ്ടിയിട്ടാണ്. കാരണം ഫൈന്നഹു തആലൽ മുൻഫരിദു ബിൽ ഉലൂഹിയ്യത്തി, ഇലാഹായിരിക്കൽ കൊണ്ട് തനിച്ചവൻ അള്ളയല്ലേ. അത് എങ്ങനത്തെ ഉലൂഹിയ്യത്ത്? അൽ മുസ്തൽസിമത്തി ലിൻഫിറാദി ബി ഖൽഖൽ അഅ്മാലി മിൻ ഖൈരിൻ വ ശർറിൻ, നന്മ തിന്മ എന്നീ കർമ്മങ്ങളെ സൃഷ്ടിക്കൽ കൊണ്ട് അള്ളാഹു തആല തനിച്ചു. അങ്ങനെ തനിപ്പിക്കലിനെ ലാസിമാക്കി വരുന്ന ഉലൂഹിയ്യത്ത്. ആ ഉലൂഹിയ്യത്ത് കൊണ്ട് തനിച്ചവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളയാണ്. അപ്പൊ നന്മയും തിന്മയും സൃഷ്ടിക്കുന്നവൻ അള്ള മാത്രമാണ്. അതിനെ തനിപ്പിക്കുന്ന രീതിയിലും അതിനെ മനസ്സിലാക്കി തരുന്ന ലാസിമാക്കി തരുന്ന രീതിയിലാണ് അള്ള ഇലാഹാണ് എന്ന് പറഞ്ഞത്. അൽ മുഅബ്ബരി അന്നു ഫീമാ മർറ ബിൽ ഈമാനി ബിൽ ഖദരി, അത് ഇങ്ങനെ അൽ മുഅബ്ബരി ഇബാറത്തുന്നുണ്ടല്ലോ അൻഹു അള്ളാനെ തൊട്ട് ഫീമാ മർറ കഴിഞ്ഞു പോകുന്ന ഒന്നില്ലെങ്ങനെ ബിൽ ഈമാനി ബിൽ ഖദരി എന്ന് പറഞ്ഞിട്ടില്ലേ. ഈമാന് അതായത് ഖദർ കൊണ്ടുള്ള വിശ്വാസം, നന്മ തിന്മകളെല്ലാം അള്ളാന്റെ ഭാഗത്തുനിന്നുള്ളതെന്ന ഖദറുണ്ട്. അത്തരം ഒരു കാര്യത്തെ തൊട്ടല്ലേ ഖൈറ് ശർറിനെ പറ്റിയുള്ള കാര്യം അവിടെ പറഞ്ഞില്ലേ. അങ്ങനത്തെ നന്മ തിന്മകളെ പടക്കുന്നത് കൊണ്ട് തനിച്ചവൻ അള്ളയാണ്. അക്കാരണം കൊണ്ട് കാനഹാദൽ മഹലൂഫ് അലഹി, അപ്പോൾ ഇവിടെ മഹലൂഫ് അലഹിയായി, മഹലൂഫ് അലഹി സത്യം ചെയ്യപ്പെട്ടത് ഏതൊന്നാണ്, ഏത് വസ്തുവിന്റെ മേലാണെങ്കിൽ അതായി മൗഖൂദും മിൻ ആയാത്തിൽ ഖദരി, അത് ഖദറിന്റെ ആയത്തൊന്ന് പിടിക്കപ്പെട്ടതായി മാറി. അത്രേ ഉള്ളൂ. അള്ള കണക്കാക്കിയതായിരിക്കുന്ന കാര്യമുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞ ആയത്തുകളുണ്ട്, അതിന് പിടിക്കപ്പെട്ടിട്ടാണ് മഹലൂഫ് അലഹി വന്നത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ, നിശ്ചയം നമ്മൾ അവനെ നല്ല വഴിയിലേക്ക് ചേർത്തു. ഒന്നിരിക്കൽ അവൻ നന്ദിയുള്ളവനായിട്ട് അല്ലെങ്കിൽ നന്ദി നിഷേധിക്കുന്നവനായിട്ട്. മയ്യഹിദില്ലാഹു, അല്ലാഹു തആല ഒരാളെ ഹിദായത്താക്കിയാൽ പോവൽ മൂത്തതി, അവൻ ഹിദായത്തുള്ളവനാണ്. ഒമയ്യുദിൽ വല്ലവരുത്തനെയും അല്ലാഹു തആല വഴി തെറ്റിച്ച് വിട്ടാലോ ഫലൻ തജിദ് ലഹു വലിയ മുർഷിദ, അവരെ നേരെ ചൊവ്വാക്കി നടത്താൻ പറ്റുന്ന ഒരു മുർഷിദായ ഒരു വലിയ അവന് കിട്ടൂല, നബിയെ തങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. ഇതിപ്പോ ആയത്തുകളാണ്. ഇതൊക്കെ അല്ലാഹു തആല ഖദറിനെ പറ്റി പറയുന്ന ആയത്തുകളാണ്. ഇതിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ഈ മഅറൂഫ് അലൈഹി ആ സംഗതി ഇവിടെ ഉള്ളത് അർത്ഥം. ഫഹാദീസിഹി, അതുപോലെ ഖദറിനെ പറ്റി പറയുന്ന ഹദീസുകളുണ്ട്, അതിന് പിടിക്കപ്പെട്ടതായി മാറി ഇവിടെ മഅറൂഫ് അലൈഹി ആയത്. ഹദീസ് മുഹാജത്തി ആദമ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയും ആദം നബി അലൈഹി സ്വലാം തമ്മിൽ തർക്കമുണ്ടായിരുന്നല്ലോ. ആ തർക്കമുണ്ടായിരുന്ന കാര്യത്തെ പറ്റിയുള്ള ഹദീസ് പറഞ്ഞല്ലോ. അപ്പൊ മഅറൂഫ് അലൈഹി അതിന് പിടിക്കപ്പെട്ടതുപോലെയായി. പിന്നെ ഹദീസി കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, എല്ലാവരും എന്താണ് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിലേക്ക് എളുപ്പമാക്കപ്പെട്ടവരാണെന്ന് ഹദീസ് കാണാം. അതുപോലെ വേറൊരു ഹദീസ് പറയാം, ഹദീസ് ഇഅ്മലൂ, നിങ്ങൾ അമല് ചെയ്തോളൂ, അലാ മവാഖിൽ ഖദ്രി, ഖദ്ർ എങ്ങനെ സംഭവിക്കുന്നുവോ ആ ഖദ്ർ സംഭവിക്കുന്നതനുസരിച്ച് നിങ്ങൾ അമല് ചെയ്തോളി എന്നും ഹദീസുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഹദീസുകളും ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പിടിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ വല്ലദീ ലാ ഇലാഹ ഗൈറു എന്ന് പറയുന്ന മഅറൂഫ് അലൈഹി ആ സംഗതി എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്ന അഹദക്കും ല യഅമലു ബി അമലി അഹ്ലിൽ ജന്നത്തി ഹത്താ മാ യകൂനു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഒരുവൻ ഒരു സ്വർഗാവകാശി ചെയ്യുന്ന അമൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഇനി ഒരു മുഴം മാത്രമുള്ള അത്രത്തോളം അവർ അമൽ ചെയ്തല്ലവർ. ഇവിടെ നമുക്ക് നബിയെ ഒരു ചർച്ച ചെയ്യണം, അതാ പറയാൻ പോകുന്നത്. അത്താ മാ യകൂനു റഫ് കൊടുത്തിട്ട് വായിക്കണം. അത്താ യകൂന എന്നല്ല, അത്താ മാ യകൂനു. എന്റേത് കഫത്ത് ഹത്ത, ഹത്ത എന്നതിന്റെ അമലെ മാ തടഞ്ഞു. ഹത്തയുടെയും യക്കൂൻ എന്ന് പറഞ്ഞ മുതാരിയ ഫീലിന്റെ ഇടയിലും മാ വന്നപ്പോ ഹത്തക്ക് അമലില്ലാതെ, അപ്പൊ ഹത്തക്ക് റഫ് കൊടുത്ത് അല്ല യക്കൂൻ തന്നെ മുതാരിയ ഫീലിന് റഫ് കൊടുത്ത് വായിക്കണം എന്നാണ്.
പിന്നെ ബൈനുഹു ബൈന ഇല്ലാ ദിറാൻ എന്ന് പറഞ്ഞത് എന്താണ്? ഹുവാബിൻ മാബി തസ്സീരിൽ മുഖറബി ഇൽമിൽ ബയാൻ. അറബി ഗ്രാമറിൽ വ്യാകരണ ശാസ്ത്രത്തിലൂടെയും അലങ്കാര ശാസ്ത്രത്തിലും അറിയപ്പെട്ടതായ സ്ഥിരപ്പെട്ട ഉദാഹരണമാണല്ലോ അത്. ആ ഉദാഹരണത്തിന്റെ ബാബിൽപ്പെട്ട ഒരു അലങ്കാര പദമായിട്ട് ഉദാഹരണം കൊടുത്തതാണ് ബൈനഹു ബൈനഹൽ ഇല്ലാ ദിറാൻ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഹുവ, അപ്പോൾ ഇത് തംസീലുൽ ഖുർബി മിൻ മൗതിഹി വദുഖൂലി അഖിബു ഈദദ്ദാറൈനിന, മരണത്തോടവൻ അടുക്കുകയും മരിച്ച ഉടനെ തന്നെ അവന്റെ പ്രവേശനം ഒന്നിരിക്കൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആയിരിക്കുക, ഏതൊന്നും ആയിരിക്കുക എന്നതിന്റെ ഉദാഹരണമാണ് ഇത്. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം എങ്ങനെ വെക്കാം? ഐ മാ ബഖിയ ബൈനഹു വബൈന ഐ യസ്ലിഹ ഇല്ലാ കമൻ ബഖിയ ബൈനഹു വബൈന മഖ്സദിഹി ദിറാഉൻ. സ്വർഗത്തിന്റെയും അല്ലെങ്കിൽ നരകത്തിന്റെയും ഇടയിൽ ഇവന്റെയും ഇടയിൽ അവശേഷിക്കുന്നത് ഒരവശേഷം ഉണ്ടായിട്ടില്ല. അവന്റെയും ഒരു ചങ്ങാതി അയാളുടെയും അയാൾ ഉദ്ദേശിച്ചു പോകുന്നൊരു സ്ഥലമുണ്ട്, അതിന്റെയും ഇടയിൽ ഒരു മുടം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവനെ പോലെ അല്ലാതെ ഇയാളായിട്ടില്ല എന്നായി ഉദാഹരണമായി അർത്ഥം വെക്കുമ്പോ ഇരിക്കട്ടെ. പിന്നെ അല്ലാഹു തആല പറഞ്ഞെന്താ? സ്വർഗത്തിന്റെ അവകാശികൾ ചെയ്യുന്ന അമലങ്ങനെ ചെയ്തു ഒരു മുടം മാത്രമേ സ്വർഗത്ത് പോകാറുള്ളൂ. അപ്പോഴേക്കും അതാവ യസ്ബുഖാരിയിൽ കിതാബ് അവിടെ കണക്കാക്കി വെച്ചതെന്തോ അത് അയാളെ മേൽ മുൻകണക്കും. അയാൾ മക്തൂബുലഹു ഫീ ബത്നി ഉമ്മിഹി, അയാളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ എന്താണോ നിശ്ചയിക്കപ്പെട്ടത് അത് അയാൾക്ക് മുൻകടക്കുക തന്നെ ചെയ്യും. ഐ മുസ്തനിദൻ ഇലാ സാബിഖിൽ ഇൽമിൽ അസലിഹി ഫീഹി, അവന്റെ കാര്യത്തിൽ അല്ലാഹു തആലാന്റെ മുമ്പേയുള്ള അറിവുണ്ട്. ആ അറിവിൽ എന്താണോ മുൻകടന്നതെങ്കിൽ അതിലേക്ക് ചാരിയവനായിട്ടാണ് പിന്നെ പോവുക. വയസ്സിക്കു ബഖാവൽ കിതാബ് എന്ന് പറയുന്നതിന് അലാ മസ്തരിയത്തി, അതിന്റെ മസ്തരിയത്തിന്റെ മേൽ തന്നെ നിർത്താനും പറ്റും. അപ്പൊ എഴുതൽ മുൻകടന്നു എന്നായി. ഇവിടെ മക്തൂബ് നിസ്ഖാഫുവിന്റെ അർത്ഥത്തിൽ എഴുതപ്പെട്ടതാണല്ലോ, അത് മസ്തറാക്കിയിട്ടും വെക്കാം എന്നർത്ഥം. അമലി അഹിലിന്നാർ, അവസാനം നരകത്തിലേക്ക് പോകേണ്ട ആൾക്കാർ ചെയ്യുന്ന അമൽ ചെയ്ത് ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന. ഇവിടെ ഫയദ്ഖുലുഹ എന്നുള്ളത് തഫ്രീഉൻ അല്ല, ഫയഅമലു അമലി അഹിലിന്നാർ ഫയദ്ഖുലുഹ എന്ന് പറഞ്ഞത് തഫ്രീഉൻ അലാമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ കിതാബത്തി സആദത്തി വസ്സഖാവത്തി ഇന്ദ നഫിഖിർ റൂഹി, റൂഹ് ഊതുന്ന സന്ദർഭത്തിൽ ഇവൻ പരാജയപ്പെട്ടവനാണോ അല്ലെങ്കിൽ വിജയിച്ചവനാണോ എന്ന് എഴുതിയിട്ടുണ്ടാവുന്ന. അതിമുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതങ്ങ് തൊട്ടിലാക്കി കൊണ്ടുവന്നിട്ട് അവിടുന്ന് തഫ്രീയാക്കി പറഞ്ഞതാണ് ഫയഅമലു ബി അമലി അഹ്ലിന്നാർ ഫയദ്ഖുലുഹ എന്നുള്ളത്. മുതാബിഖൈനി, ഈ പറയുന്ന രണ്ടും തന്നെ യോജിക്കുന്ന നിലയിൽ ലിമാവിൽ ഇൽമിൽ അസലി, അസലിയായിരിക്കുന്ന ഇൽമിൽ, അള്ളാന്റെ അസലിയായ ഇൽമുണ്ടല്ലോ, ആ ഇൽമിൽ യോജിക്കുന്നതാണ് ഇത് രണ്ടും. ആ നിലയിലായിക്കൊണ്ട് മഹാനാ നിമിത്തങ്ങൾ ഇതിനെ തൊട്ടിലാക്കി കൊണ്ടുവന്നിട്ട് അവിടുന്ന് തഫ്രീയാക്കി പറഞ്ഞ പദമാണ്. എന്തിന്? ലിബയാനി അന്നൽ ഖാത്തിമത, ഇവിടെ എന്താണ് അവസാനം എന്നുള്ളത് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞു വച്ചത്. ഇന്നമാഹിയ, നിശ്ചയമായിട്ടും ഈ ഖാത്തിമത്ത് അലാ വിഫ്ഖി തിൽക്കൽ കിതാബത്തി, മുമ്പ് തന്നെ അള്ളാഹ് കണക്കാക്കി വെച്ചൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് ഈ ഖാത്തിമത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എന്നല്ലാതെ വല ഇബ്റത ബിളവാഹിൽ അഅമാലി ഖബലഹാ, ഖാത്തിമത്തിന്റെ മുമ്പ് അവൻ ചെയ്ത നല്ല കർമ്മങ്ങളുണ്ടെങ്കിൽ അത്തരം കർമ്മങ്ങളുടെ ബാഹ്യാർത്ഥം വെച്ച് യാതൊരു പരിഗണനയും ഇവിടെയില്ല. ബിനിസ്ബത്തിൽ ഹഖീഖത്തിൽ അംരി, കാര്യത്തിന്റെ യഥാർത്ഥത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഇവിടെ നല്ല അമലുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് അത് വേഗെത്താൻ പറ്റൂല. ഖാത്തിമത്ത് എന്താണോ അതാണ് തീരുമാനം. അലാമത്തൻ, അതൊരു അടയാളമാണ് എന്ന ഐശ്യത്തിൽ കൂടെ ഈ പറയുന്ന അമലുകളുടെ ബാഹ്യമായിരിക്കുന്ന കാര്യം പരിഗണിക്കാൻ പറ്റുമെങ്കിലും യഥാർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ പറ്റുകയില്ല. കമായി വസ്തു, അതിന്റെയൊക്കെ വിശദീകരണം പിറകിൽ വരും. അത് ഒന്നിരിക്കൽ അവനെന്തായിരിക്കാം? ഇമ്മാലി കുഫിരിഹി, അവൻ നരകത്തിലേക്ക് പോകാനുള്ള അമൽ ചെയ്തത് അവസാനം അവൻ കാഫറായത് കൊണ്ടായിരിക്കാം. അങ്ങനെ വരികയാണ് എങ്കിൽ വയകൂനു ദുഖൂല ഖുലൂദിൻ, അവൻ നരകത്തിലേക്കുള്ള പ്രവേശനം ശാശ്വതമായിരിക്കുന്ന പ്രവേശനമായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇമ്മാലി മഅസിയത്തിഹി, ഒന്നിരിക്കൽ അവൻ കാഫറാവുകയില്ല, നരകത്തിലേക്ക് പോവേണ്ട തെറ്റായ പണി അവൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം നരകത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ
ഫയകൂനു ദുഖൂല തത്ഹീർ, അപ്പൊ അവന്റെ പാപങ്ങൾ മുഴുവൻ ശുദ്ധിയാക്കാൻ വേണ്ടിയുള്ള പ്രവേശനമായിരിക്കും നരകത്തിലുള്ള പ്രവേശനം. അപ്പൊ അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും. ഖാറൽ ഖാദിവ വയറു, ഖാദിയാരും അല്ലാത്തവരും പറയുന്നു വഹാദാ നാദിറുൻ ജിദ്ദൻ, ഇപ്പറഞ്ഞത് വളരെ കുറവാണ്. എന്തുകൊണ്ട്? ലി ഖബരി ഇന്ന റഹ്മത്തി സബഖത്തു അലബീന, എന്റെ റഹ്മത്തും അതുപോലെ ഒളവും നോക്കുമ്പോ എന്റെ കോപത്തിന് മുൻകടന്ന് നിൽക്കുന്ന റഹ്മത്താണല്ലോ. അപ്പൊ ആ റഹ്മത്ത് മുൻകടന്നു എന്റെ ദേശത്തിൽ എന്ന് പറയുമ്പോ പാപത്തെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നരകത്തിലേക്ക് ഇടുക അതിൽ വളരെ കുറവായിരിക്കും എന്നാണ് ഖാദിയാരും അല്ലാത്തവരും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത്. വബീരിവായത്തിൻ തഗലബു ഒളബി എന്നും കാണാം, എന്റെ ദേശം മികച്ചു എന്റെ ദേശത്തിന്, അതാ തഗലബു ഒളബി, റഹ്മത്ത് എന്റെ ഒളബിന് വിജയിച്ചു നിൽക്കും എന്നും കാണാം. ബിഖിലാഫി മാ ബഅദു, അതിന്റെ ശേഷമുള്ള ഒന്നിന് എതിരായിട്ട്. ഫഇന്നഹു കസീറുൻ, അതിന് ശേഷമുള്ളത് എന്തായിരിക്കും? അധികമുണ്ട്. ഫലില്ലാഹിൽ ഹംദു വൽ മിന്നത്തു അലാ ദാലിക, അതിന്റെ മേൽ അല്ലാഹ്ക്കാണ് ഹംദും അല്ലാഹ്ക്കാണ് മിന്നത്തും എന്ന് പറയാം. ഫഇന്ന അഹദകുല്ല യഅമലു ബിഅമലി അഹ്ലിൻ നാരി അത്താമാ യകൂനു ബൈനഹു വബൈന ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബു എന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിക്കാൻ ബിൽ മഅന സാബിഖി, മുമ്പ് പറഞ്ഞ അർത്ഥപ്രകാരം തന്നെ മക്തൂബു ലഹു ആയത്. ഇനി വയഅമലു ബിഅമലി അഹ്ലി ജന്നത്തി വയദ്ഖുലുഹ എന്ന് പറയുമ്പോൾ ഐബി ഹുക്മിൽ ഖദരിൽ ജാരി അലൈഹി ഹാദാ വമാ ഖബലു, ഇതിലും ഇതിന്റെ മുമ്പ് പറഞ്ഞ വിഷയത്തിലും അതിന്റെ മേൽ അല്ലാഹു തആല ഖദർ എങ്ങനെ നടന്നോ ആ നടക്കുന്ന ഖദർ പ്രകാരമാണ് നരകം സ്വർഗം തീരുമാനിക്കുന്നത്. അൽ മുസ്തനദി ഇലാ ഖൽഖി ദവായി വസവാരി ബി ഖൽബിഹി ഇലാ മാ യസ്റു അൻഹു മിൻ അഫ്ആൽ ഖൈർ, അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല എന്ത് ചെയ്യുന്നറിയാമോ? പ്രേരണകളും അതുപോലെ നന്മയിലേക്ക് തിരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അല്ലാഹു തആല തിരിച്ചു സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിക്കുക എന്നതിലേക്കുള്ള ചാരണം കൊള്ളുന്ന രീതിയിലുള്ള ഖദർ, ആ ഖദർ പ്രകാരമാണ് അവൻ സ്വർഗമോ നരകമോ പോവുക. ഫമൻ സബഖത്തു ലഹു സആദത്തു, അപ്പോൾ അവന് വിജയമാണ് മുൻകടക്കുന്നത് എങ്കിൽ ഫറവല്ലാഹു തആല ഖൽബഹു ഇലാ ഖൈരിൻ, ഒരു നന്മയിലേക്ക് അല്ലാഹു തആല അവന്റെ ഖൽബിനെ തിരിക്കും. അങ്ങനെ യുഖ്തമുനബി, ആ നന്മ കൊണ്ട് അവൻ അവസാനിപ്പിക്കപ്പെടുകയും ചെയ്യും. നേരെ തിരിച്ചാണ് എങ്കിൽ നേരെ തിരിച്ചായിരിക്കും, പരാജയമാണ് അവന് മുൻകടന്നത് എങ്കിൽ പരാജയപ്പെടുന്ന തിന്മയിലേക്കായിരിക്കും അവന്റെ ഖൽബിനെ തിരിക്കുക. അങ്ങനെ അവസാനം അവൻ തിന്മയിലേക്ക് പോയി അവൻ തിന്മ കൊണ്ട് അവസാനിക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വബിബാദി റിവായാത്തി ഹാദൽ ഹദീസ്, ഇതേ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ കാണാം വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിമി, അമലുകളൊക്കെ അന്ത്യങ്ങളെ കൊണ്ടാണ് തീരുമാനിക്കപ്പെടുക. വൽ അഅ്മാലു ബി ഖവാതിമിഹ, അമലുകളുടെ അന്ത്യങ്ങളെ കൊണ്ടാണ് അമലുകൾ തീരുമാനിക്കുക എന്ന് രണ്ട് റിപ്പോർട്ട് കാണാം. വബി ഹദീസിൻ സ്വഹീഹിൻ, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ യഅ്മലു, നിങ്ങൾ അമല് ചെയ്തോളി. വകുല്ലും മുയസ്സർ ലിമാ ഖുലിഖ ലഹു, ഏതൊന്നിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടതിൽ അതിലേക്ക് എല്ലാവരും എളുപ്പമാക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ അർത്ഥം എന്താ? ഐ ഫദു സആദതി മുയസ്സർ ലി അമലി അഹ്ലിഹ, വിജയമുടയവനാണോ എന്ന വിജയിയുടെ അമൽ ചെയ്യാൻ എളുപ്പമാക്കപ്പെട്ടവനാണ്. ഫദു സഖാവതി മുയസ്സർ ലി അമലി അഹ്ലിഹ, തിന്മയുടെ അമല് ചെയ്യാനാണ് പരാജയപ്പെട്ടവനാണോ അയാളെങ്കിൽ അത്തരം ആളുകൾ ചെയ്യുന്ന കർമ്മത്തിലേക്ക് അവൻ എളുപ്പമാക്കപ്പെട്ടവനാണ് എന്നതിന്റെ അർത്ഥം. വിജയിച്ചവനാണെങ്കിൽ ആ അമല് ചെയ്യാൻ കഴിയും, പരാജയപ്പെട്ടവനാണെങ്കിൽ ആ അമല് ചെയ്തുകൊണ്ടിരിക്കും. വഹാദ അയ്ദൻ ഫീഹി, ഇത് വീണ്ടും ഇതിൽ സൂചനയുണ്ട്. ഇശാറത്തുല്ലാ തസ്രീബി കുല്ലി ബി അഫ്ആലിഹി ലാ മാ യുറാദു ബിഹി ബി അസ്ഫിൽ ഖദ്രി ജാരി അലൈഹി, അവന്റെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന കണക്ക് എങ്ങനെയാണോ ആ ഖദറിന്റെ കണക്ക് പ്രകാരം ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണോ അതിലേക്ക് അവന്റെ കർമ്മങ്ങളിൽ എളുപ്പം എല്ലാത്തിനും തിരിക്കുമെന്ന സൂചന ഇതിലുണ്ട്. അതും തന്നെ അൽ മുസ്തനദി ഇലാ സാബിഖിൽ ഇൽമി ബിഹി, അതുകൊണ്ടുള്ള അറിവ് അല്ലാഹു തആലാക്ക് മുൻകടന്ന അറിവല്ലേ, അതിലേക്ക് ചാരണം കൊണ്ടിട്ട് നടക്കുന്ന ഖദർ ബി അസ്ലി ഖൽഖി ദിൽക ദവാഇ വസ്സവാരി ബിഹി, അവന്റെ ഹൃദയത്തിൽ ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്ന് കണക്ക് കൊണ്ടാണ് അള്ളാന്റെ അറിവ് മുൻകടന്നിട്ടുള്ളത്. ആ അറിവിലേക്കുള്ള ചാരണം കൊണ്ടിട്ടുള്ള ഖദർ നടക്കും. ആ ഖദർ പ്രകാരമാണ് എല്ലാ കർമ്മങ്ങളും തിരിക്കപ്പെടുക എന്ന് മനസ്സിലാക്കാം. അൽ മുസാരി ഇലൈഹി ബി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതിലേക്ക് തിരിക്കും എന്ന് പറഞ്ഞാൽ പ്രേരണകളെയും
അതുപോലെ തന്നെ തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും സൃഷ്ടിക്കും എന്നതുകൊണ്ട് നബി തങ്ങളുടെ വാക്കുകൊണ്ട് തന്നെ അതിലേക്ക് സൂചനയുണ്ട്. എന്താ നബിന്റെ വാക്ക്? ഖുലൂബുൽ ഖൽഖി ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ. റഹ്മാന്റെ ഖുദ്റത്തിന്റെ രണ്ട് വിരലുകൾക്ക് ഇടയിലാണ് സൃഷ്ടിയുടെ ഹൃദയങ്ങൾ. യുഖല്ലിബുഹാ കൈഫ യശാഉ. അള്ളാഹ് എങ്ങനെയാണോ ഉദ്ദേശിച്ചെങ്കിൽ അതങ്ങനെ അള്ളാഹ് മാറ്റിമറിക്കും. നന്മയിലേക്കാണെങ്കിൽ നന്മ, തിന്മയിലേക്കാണ് തിന്മ. ഈ പറഞ്ഞ ഹദീസിൽ എന്താ സൂചന? അല്ലാഹു തആല അതിന് വേണ്ട പ്രേരണകളും അതിന് തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, സൃഷ്ടിക്കും എന്നർത്ഥം. ഫതസറഫു തആല ഫീ ഖൽഖിഹി. അല്ലാഹു തആലാന്റെ കൈകാര്യം സൃഷ്ടികളിൽ ഇമ്മാ ലാഹിറുൻ ഒന്നിരിക്കുന്നത് പ്രകടമായി വരും. അതെങ്ങനെ? ബി ഖൽഖിൽ ആദാത്തി അസാധാരണ സംഭവത്തെ സൃഷ്ടിക്കൽ കൊണ്ട്. കൽ മുഅ്ജിസത്തി കറാമത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പ്രകടമാകും. ഇതാണ് അള്ളാന്റെ കൈകാര്യങ്ങൾ. അവർ ഇസ്മിൽ അതില്ലെത്തി അല്ലെങ്കിൽ ദലീലുകൾ നിരത്തും. ദലീലുകൾ നാട്ടിവെക്കൽ കൊണ്ടായിരിക്കും അള്ളാഹു തആല തസറു വെളിപ്പെടുക. അതേതുപോലെ കൽ അഹ്കാമി തഗ്രീരിയത്തി, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, വാജിബ്, ഹറാമ്, സുന്നത്ത്, ഖറാഅത്ത്, ജായിസ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വിധികളാണ്. ഇങ്ങനെ വിധികൾ നാട്ടിവെച്ചുകൊണ്ടായിരിക്കും അള്ളാഹു തആലാന്റെ തസറു പ്രകടമാവുക സൃഷ്ടികളിൽ. വഇമ്മാ ബാത്തിൻ, ഒന്നിരിക്കൽ അത് പ്രകടമാവുകയില്ല, രഹസ്യമായിരിക്കും. അതെങ്ങനെ? ബിതഖ്ദീർ അസ്ബാബി, കാരണങ്ങളെ കണക്കാക്കി വെക്കൽ കൊണ്ട് അത് ആർക്കും വ്യക്തമാവില്ല, അത് രഹസ്യമായിരിക്കും. ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്ക് പോലെ വലോ തവാഅത്തും ലഖ്തലഫ്തും ബിൽ മീആദി എന്നാ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ നിങ്ങൾ എന്തായി ഭിന്നിച്ചുകൊണ്ടിരിക്കും എന്ന. ഇത് രഹസ്യമായ ഒരു കാര്യമാണ്. ഇത് രഹസ്യമായി അല്ലാഹു തആല കണക്കാക്കുന്നത് ആർക്കും അങ്ങനെ പെട്ടെന്ന് തിരിയൂല. അല്ലെങ്കിൽ അതിലേക്ക് തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയും പ്രേരിപ്പിക്കാൻ പറ്റുന്ന കാര്യം സൃഷ്ടിക്കൽ കൊണ്ടായിരിക്കും ഒന്നിരിക്കൽ എന്താവുക, രഹസ്യമായി അറിയുക. ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കുപോലെ, കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലുഹും. ഇതേ പ്രകാരം തന്നെയാണ് എല്ലാ സമുദായത്തിനും അവർ അമലുകൾ നമ്മൾ അഴകാക്കി കാണിച്ചു കൊടുത്തു. ഒരു കല്ലിബ് അഫ്ഇദത്തും, അവർക്കുള്ള ഹൃദയങ്ങൾ നമ്മൾ മാറ്റിമറിക്കും. സുമ്മൻ സറഫു സറഫല്ലാഹു ഖുലൂബഹും, പിന്നീട് അവരെന്തായി പിരിഞ്ഞുപോയി അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളൊക്കെ തിരിച്ചുവിട്ടു. ഇതൊക്കെ അല്ലാഹു തആലാന്റെ സവാരിഫുകളും അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ദവായികളെ കൊണ്ടുമാണ്. ഇതൊക്കെ രഹസ്യമാണ്, അത് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറയാറുണ്ടല്ലോ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ത്വാഅത്തിന്റെ മേൽ നീ നിലനിർത്തിത്തരണേ അല്ലാഹ് ത്വാഅതിക എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആലയുടെ തസറുഫുകളാണ്. അത് ഒന്നിരിക്കൽ പ്രകടമാകും, അല്ലെങ്കിൽ ബാത്തിലായിരിക്കും. പരാജയം, വിജയം എന്നിവക്ക് അമലുകൾ കാരണമാണല്ലോ. അതുകൊണ്ടാണ് മനസ്സിലാക്കുക, ഈ അമലുകൾ, കർമ്മങ്ങൾ കാരണമാവുക എന്നതിന്റെ അർത്ഥം. അദ്ദാലു അലൈഹിൽ ഹദീസ്, അതിന്റെ മേൽ അറിയിക്കുന്നത് ഹദീസാണ്, മറ്റൊന്നുമല്ല. അന്നഹു തആല, നിശ്ചയമാണ് പടച്ച റബ്ബ്, ഖലഖൽ ഖൽഖ, സൃഷ്ടികളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു. വറക്കബ ഫീഹിം, അവരിൽ അല്ലാഹു തആല കൂട്ടിച്ചേർത്തു. തിബാൽ ഖൈരി വശർരി, നന്മ തിന്മയുടെ പ്രകൃതങ്ങൾ. ചില ആളുകൾക്ക് നന്മയുടെ പ്രകൃതം, മറ്റുള്ളവർക്ക് ഷെറിന്റെ പ്രകൃതം, അതൊക്കെ അല്ലാഹു തആല അതിൽ കൂട്ടിച്ചേർത്തു അവരിൽ. അങ്ങനെ അലിമ മാ യകൂനു മിൻഹും, അവരിൽ നിന്ന് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ കഴിയും. ബി ഹസ്ബി മുഖ്തല്ലാ തിബാഹിഹിൽ മർകൂസത്തി ഫീഹിം, സൃഷ്ടികളിൽ കൂട്ടിച്ചേർത്ത് അടിക്കപ്പെട്ടതായി കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന പ്രകൃതികൾ എന്തൊക്കെയാണോ ആ പ്രകൃതി തേടുന്നതനുസരിച്ചൊക്കെ അവന് നന്മ തിന്മ അറിയാൻ കഴിയും. അപ്പൊ പല അസുഖാകും എഴുത്തിമാദൻ അല്ല സാബിഖ് ഇൽമി വ ഹിക്മത്തിഹി, അല്ലാഹു തആലാന്റെ അറിവ്, അള്ളാന്റെ ഹിക്മത്ത് മുൻകടക്കുക എന്നതിന്റെ മേൽ ചാരണം കൊണ്ട് അവരിന്ന് ഒരാളെ പരാജയപ്പെടുകയോ വിജയിപ്പിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ലകാന ഫീദാലിക മഅ്മൂനൻ, അപ്പൊ പിന്നെ ആ വിഷയത്തിൽ അവനെന്തായി? വിശ്വസിക്കപ്പെട്ടവനായി, വൈറ മുത്തഹമിൻ, തെറ്റിദ്ധരിക്കപ്പെടാത്തവനായ രീതിയിൽ വിശ്വസിക്കപ്പെട്ടവനായി. എങ്കിലും ലാകിന്നഹു തആല ആദിലും ബി ഹുക്മിഹി, അല്ലാഹു തആല വിധി നടപ്പാക്കുമ്പോൾ അവിടെ നീതിമാനാണ് അല്ലാഹ്. ഹക്കീമും ബി അദ്ലി, അല്ലാഹു തആലാന്റെ നീതിയിൽ അല്ലാഹു തആല ഹക്കീമുമാണ്. അത് വെക്കണ്ടോട് തന്നെ വെക്കുകയുള്ളൂ. പിന്നെ വൽ ഹിക്മത്തു, ഹിക്മത്ത് എന്താണോ തഖ്തദി, അത് തേടുന്നുണ്ട്. ഇജ്തിനാബു അല്ലാഹി തുഹമി, തെറ്റിദ്ധാരണയെ കുറിച്ചുള്ള വിചാരണ, ആ വിചാരം വരാൻ അവിടെ കഴിയും. അപ്പൊ തെറ്റിദ്ധരിക്കുന്നതിന് വിചാരിക്കുമ്പോൾ ആ വിചാരിക്കുന്നതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഹിക്മത്ത് തേടുന്നത്. ഇതൊക്കെ അല്ലാഹു തആല തീരുമാനിച്ചതല്ലേ.
ഓരോ മിൻസ് ഖബായിൽ ഒക്കോൽ അത് ബുദ്ധിപൊട്ടന്മാരായ ആളിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ വരും. അപ്പൊ പല അസബ് പറയുന്നതും മോചബി അല ഇൽമിഹി ഫീഹിം അവരിലുണ്ടായതായിരിക്കുന്ന ചില കർമ്മങ്ങൾ കാരണമായിക്കൊണ്ട് ചില ആളുകളെ അല്ലാഹു തആല ശിക്ഷിച്ചാൽ ലത്തഹമുഹു അവർ അല്ലാഹു തആലയെ കുറിച്ച് എന്താകും തെറ്റിദ്ധരിച്ചു പോകും. അപ്പൊ ഈ തൂമത്തോടെ ഇല്ലാതെ ആവണമെങ്കിൽ അത് അല്ലാഹു തആല തടുത്തു. ബി അന്ന കല്ലമകും നിശ്ചയമായിട്ടും അല്ലാഹു തആല അവരോട് തെക്ലീഫ് നടത്തി. ഹത്താ ലഹറത്തു മഅസിയത്തും അലാത്തിബായിഹിമുൽ മർകൂസത്തി ഫീഹിം അവരിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അവരുടെ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയുടെ മേൽ അവർക്കുള്ള തെറ്റുകുറ്റങ്ങളോട് വെളിവാവേണ്ടതുണ്ട്. അത് വെളിവാവണമെങ്കിൽ ഇവിടെ തെക്ലീഫ് നടത്തേണ്ടതുണ്ട്. ആ തെക്ലീഫ് അല്ലാഹു തആല നടത്തി. മിനൽ ഖുവ്വത്തി ഇലൽ ഫീലി ശക്തിയിൽ നിന്ന് എവിടേക്ക് കർമ്മത്തിലേക്ക്. ഇതാണ് അല്ലാഹു തആലയോട് ചെയ്തത്. അപ്പൊ അല്ലാഹു തആല ഖൽഖ് ചെയ്തിട്ട് പിന്നെ സൃഷ്ടികൾക്കുള്ള ഖിയാറും നൽകി പിന്നെ തെക്ലീഫും കൊടുത്തു. അവിടെയാണ് നന്മയും തിന്മയും വെളിപ്പെടുക. അപ്പൊ നന്മ ഏത് തിന്മ ഏതെന്നുള്ള കർമ്മങ്ങൾ അവിടെ വരും. അപ്പൊ തെറ്റിദ്ധാരണയൊക്കെ പോകും. അതാണ് വഹാദാ ഹുവ സിർറു ഖൗലിഹി തആല. ഈ പറഞ്ഞ രഹസ്യമാണ് അള്ളാന്റെ വാക്കിന്റെ രഹസ്യം. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസൂൽ. അല്ലാഹു തആല പ്രവാചകന്മാരൊക്കെ അയച്ചു. അതിന്റെ ശേഷം ഇനി സൃഷ്ടികൾക്കൊന്നും മനുഷ്യന്മാർക്കൊന്നും അള്ളാന്റെ എതിരെ ലക്ഷ്യങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ അയച്ചത്. അപ്പൊ അല്ലാഹു തആലയുടെ വിധികൾ ഇന്നതാണ്, തെക്ലീഫ് ഇന്നതാണെന്ന് അറിയിക്കാൻ പ്രവാചകന്മാരെ വിട്ടു. പ്രവാചകന്മാരത് പറഞ്ഞു തന്നു. നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തന്നു. അല്ലാഹു തആല നമ്മുടെ ഖിൽഖത്ത് അങ്ങനെ വെച്ചിട്ടുമുണ്ട്. ഇനി ആ പ്രകൃതി എന്താണെന്ന് പ്രകടമാവണമെങ്കിൽ ഇവിടെ തെക്ലീഫ് വരേണ്ടതുണ്ട്. ആ തെക്ലീഫാണ് പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചത്. അപ്പൊ പ്രവാചകന്മാർ അല്ലാഹു തആല അയച്ചപ്പോ അല്ലാഹു തആലാന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി അള്ളാന്റെ മേലിൽ നേരെ എതിര് തെളിവ് നടത്താൻ ഒരാളെ കൊണ്ടും കഴിയുമില്ല. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അത്ഫാൽ മുശ്രിക്കീന. മുശ്രിക്കുകളുടെ കുട്ടികളെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ രഹസ്യം തന്നെ വല്ലാഹു അഅലം ബിമാ കാനൂ ആമിലീൻ. എന്താണോ അവർ പ്രവർത്തിക്കുക എന്നുള്ള കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളത്, എനിക്കറിയൂലല്ലോ എന്ന് അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞു. ആ രഹസ്യം ഇതാകുന്നു. അങ്ങനെയൊക്കെയാണ് എങ്കിലും ലാകിന്നൽ അസക അന്നഹുൽ ജന്നത്തി. മുശ്രിക്കുകളുടെ മക്കളൊക്കെ സ്വർഗത്തിലാണ് എന്നാണ് ബലപ്പെട്ട അഭിപ്രായം പറയുന്നുണ്ട്. ഹദീസ് അലാ ഖിസ്മൈനി. ഈ ഹദീസ് രണ്ട് ഓഹരിയുടെ മേൽ മാത്രമാണ് ചുരുക്കിയിട്ടുള്ളത്. എന്തോടുകൂടെ ഇവിടെ ഓഹരികൾ 4 ഉണ്ട്. എന്നിട്ട് 2 എണ്ണത്തിന്റെ മേൽ മാത്രം ചുരുക്കി. അതെന്തുകൊണ്ടാലും ലുഹൂരി ഹുക്മിൽ ഖിസ്മൈനിൽ ആഖറൈനി അവശേഷിക്കുന്ന മറ്റു 2 ഓഹരിയുടെ വിധി എന്താണെന്ന് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ അതെന്താ? മൻ അമില ബി അമലി അഹ്ലിൽ ജന്നത്തി അവിന്നാരി മിൻ അവ്വലി ഉംരി ഇലാ ആഖിരിഹി എന്നാണ്. ഒരാൾ സ്വർഗത്തിന്റെയോ നരകക്കാരുടെയോ അമല് കൊണ്ട് ഒരാൾ അമല് ചെയ്തു അവന്റെ ആയുസ് മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞില്ലേ, ആ കാര്യം ഇവിടെ തിരിയും. ആ തിരിവ് 2ഉം കിട്ടും. അതാണ് 2 എണ്ണം പറഞ്ഞ് ബാക്കി 2ഉം തിരിയും എന്ന് പറഞ്ഞത്. തഹ്ഖീഖിന്റെ പണ്ഡിതന്മാർ ഇവിടെ വ്യത്യാസത്തിലാണ്, അഭിപ്രായത്തിലായി. വമിന്നും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ റഅ ഹുക്മ സാബിഖതി വജഅലഹ നസ്ബ ഇലൈഹി. മുമ്പെന്തോ നടന്ന വിധിയെങ്കിൽ അത് സൂക്ഷിക്കുന്നവരും ആ വിധിയെ അവിടെ നേരെ കണ്ണിന്റെ മുന്നിൽ നാട്ടിവെക്കല് ആക്കുകയും ചെയ്തവരുണ്ട്. വമിൻഹും മൻ റഅ ഹുക്മൽ ഖാത്തിമ. ഇനി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് അവന്റെ അവസാനത്തെ വിധി എന്താണോ അത് സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരും അവല ആദ്യം പറഞ്ഞാൽ നല്ലത്. അല്ലാഹു തആല തീരുമാനിച്ച തീരുമാനമുണ്ട് ആ വിധി, അത് സൂക്ഷിച്ചുകൊണ്ട് അതിനെ നേരെ അവന്റെ മുൻഭാഗത്തേക്ക് നാട്ടിവെക്കുക എന്നുള്ളതാണ്. കാരണം അന്നഹു തആല നിശ്ചയമായിട്ടും അല്ലാഹു തആല സബഖ ബി ഇൽമിൽ അസലി. അല്ലാഹു തആലാന്റെ അസലിയായ അറിവിൽ മുൻകടന്നു. സഈദുൽ ആലിമി സഖിയഹു. ഒരു ആലം പരാജയപ്പെട്ടതായിരിക്കുന്ന വിധിയായിരിക്കുന്ന ആലവും പരാജയപ്പെട്ട ആലമും ആരാണ് എന്നുള്ളത് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. ആ ഒരു മുൻകടന്ന ഇൽമുണ്ട്, അതനുസരിച്ച് അല്ലാഹു തആല ക്രമീകരിച്ചു. അൽ ഖാത്തിമത ഇൻദൽ മൗതി. മരണസമയത്തുള്ള അവസാനത്തെ ക്രമീകരിച്ചു. അത് ബി അസ്ബി സലാഹിൽ അമലി ഇൻദഹ വസാദി. ആസിമത്ത് ഖാത്തിമത്തിന്റെ അവസരത്തിൽ എന്താണ് അവന്റെ അമൽ നല്ലതാണോ വസാദി അമൽ വസാദാണോ എന്ന തീരുമാന പ്രകാരമാണ് അവിടെ തീരുമാനിക്കുക.
അൽ ഖാത്തിമത്തി അവസാനത്തിനനുസരിച്ച് സആദത്തുൽ ആഖിറത്തി വ സഖാവതഹ അവസാനം നന്നായി അവസാനം പരാജയപ്പെട്ടു എന്ന് അതുപോലെ തീരുമാനിക്കും. വൽ മബ്നിയു അലൽ മബ്നി അല ഷൈഇ മബ്നിയുൻ അലാ ദാലിക ഷൈഇ ഒന്നുവിന്റെ ഒരു എടുക്കപ്പെട്ടതിന്റെ മേൽ എടുക്കപ്പെട്ടത് അഥവാ ഒരു വസ്തുവിന്റെ മേൽ എടുക്കപ്പെട്ടു, ആ എടുക്കപ്പെട്ടതിന്റെ മേൽ എടുക്കപ്പെട്ടു, അത് ആ വസ്തുവിന്റെ മേൽ എടുക്കപ്പെട്ടതാണെന്ന്. ഉദാഹരണമായി അള്ളാഹ് തീരുമാനിച്ചതാണ് ഇയാൾ പരാജയപ്പെട്ട ആളാണെന്ന്. അപ്പൊ അള്ളാഹുടെ തീരുമാനത്തിന് മേലെടുക്കപ്പെട്ടു പരാജയപ്പെട്ടത്. ആ പരാജയപ്പെട്ടത് അവസാനമാണ് തീരുമാനം. അപ്പൊ അവസാനം ഇങ്ങനെയായി. അപ്പൊ അവസാനത്തിന്റെ മേല് എടുക്കപ്പെട്ടത്, അപ്പൊ എടുക്കപ്പെട്ടതിന്റെ മേൽ എടുക്കപ്പെടുമ്പോൾ അതേ വസ്തുവിൽ എടുക്കപ്പെട്ടതാണ്. അപ്പൊ ഇയാൾ അവസാനം വരുമ്പോ പരാജയപ്പെട്ടതാണെന്ന് കർമ്മങ്ങളുടെ മേലിൽ മനസ്സിലാക്കിയപ്പോൾ ആ കർമ്മങ്ങൾ അള്ളാഹ് മുമ്പ് തീരുമാനിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ ഹഖീഖത്തു സആദത്തി അവി സഖാവത്തി അങ്ങനെ വരുമ്പോൾ വിജയം അതുപോലെ പരാജയം എന്നതിന്റെ ഹഖീഖത്ത് മബ്നിയത്തുൻ അലാ സാബിഖിൽ ഇൽമി ബിക ഇതുകൊണ്ടുള്ള അറിവ് മുൻകടന്നതിന്റെ മേലിൽ എടുക്കപ്പെട്ടതാണ്. അവഹിയൻ ഔലാ ബിൽ ഖൗഫി മിൻഹാ വൽ മുറാഅത്തി ലഹ അങ്ങനെ വരുമ്പോൾ ഇതെന്തായി, അതിന് ആ ഖാത്തിബത്തിനെ കുറിച്ചുള്ള ഭയം, അതിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ബന്ധമായല്ലോ എന്നായി. ഖാല അബുൽ മുളഫർ സംആനി അബുൽ മുളഫർ സംആനി എന്നവർ പറയുന്നു. എന്താ അവർ പറയുന്നത് അറിയാമോ? സബീൽ ബാബിൽ ഖദർ ഖദറിന്റെ ബാബിന്റെ വഴി എന്ന് പറഞ്ഞാൽ അയൽ മുസ്തഫാദ് മിനൽ അഹാദീസി വൽ ആയാതി സാബിഖത്തി മുമ്പ് പറഞ്ഞ ആയത്തുകൾ ഹദീസുകൾ ഇവയെന്ന് മനസ്സിലാക്കപ്പെടുന്നത് അത്തൗഖീഫ് മിനൽ കിതാബി വസുന്ന അത് കിതാബ് സുന്നത്തിന് തൗഖീഫ് യോജിച്ചെടുക്കേണ്ടതാണ്. തൗഖീഫാണ്, അവിടെ നിർത്തേണ്ടതാണ്. കിതാബിൽ എന്ത് പറഞ്ഞോ സുന്നത്തിൽ എന്ത് പറഞ്ഞോ നിർത്തേണ്ടതാണെന്നാണ് പറയണത്. അപ്പൊ അവൻ അദല അൻഹുമാ കിതാബിനും സുന്നത്തിനും തൊട്ട് തെറ്റിപ്പോയി ഖിയാസിലേക്കോ അഖിലിലേക്കോ പോയാൽ വല്ല വതാഹ അവൻ പരാജയപ്പെട്ടു വഴി തെറ്റിപ്പോയി. വലം യസിൽ ഇല്ലാമാ എത്തുമ ഇന്നു ഇരേ ഖൽബ് ഹൃദയം എവിടേക്ക് ശാന്തമാകുമോ അതിലേക്ക് എത്താനും കഴിയൂല. അപ്പൊ കിതാബ് സുന്നത്ത് പറയുമ്പോൾ അവിടെ നിൽക്കുക. കാരണം ഈ അന്നൽ ഖദറ സിർറുമിൻ നസ്റായില്ലാഹി തആല അള്ളാന്റെ സിറുകൾ പലതുമുണ്ട്. അതിൽപ്പെട്ടൊരു സിറാണ് ഖദർ എന്ന് പറയുന്നത്. നുരിബത്തു ദൂനഹു അസ്താറുൻ അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കും ഇത് അറിയൂല. അവിടെ വിരികളും മറകളും ആക്കപ്പെട്ടിട്ടുമുണ്ട്. ഇഖ്തസല്ലാഹു തആല ബിഹ ആ രഹസ്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹ് മാത്രമാണ് പ്രത്യേകമായത്. വ ഹജബഹ ആ രഹസ്യങ്ങൾ അല്ലാഹു തആല മറച്ചു വെച്ചു. عن عقول خلقه حتى الأنبياء والمرسلين والملائكة المقربين എത്രത്തോളം എന്ന് വെച്ചാൽ അമ്പിയാക്കള് മുർസലുകൾ മുഖറബായ മലായിക്കത്ത് ഇവരെ വരെയും അള്ളാന്റെ എല്ലാ സൃഷ്ടികളുടെ ബുദ്ധിയെ തൊട്ടും അള്ളാഹു തആല മറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ രഹസ്യമാണ്. അപ്പൊ കിതാബ് സുന്നത്ത് പറഞ്ഞവ നിന്നാ മതി, അതിനപ്പുറം പോണ്ട. തീല പറയപ്പെടുന്നുണ്ട് വല യങ്കശിഫു ഇല്ലാ ബഅദ ദുഖൂൽ ജന്നത്തി ഈ പറയുന്ന രഹസ്യം എപ്പോഴാ കിട്ടുള്ളൂ അറിയോ? സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ച ശേഷമല്ലാതെ മനസ്സിലാവൂല എന്ന് പറയപ്പെട്ടു. അപ്പോഴേ തിരിയുള്ളൂ. അതുവരെ ആർക്കും അറിയൂല. അത് വല്ലാത്തൊരു രഹസ്യമാണ്. അള്ളാഹു നമ്മെ എല്ലാവരും നന്നാക്കി തെരുമാറാവട്ടെ. അവസാനം നന്നാക്കി ഈമാനോടുകൂടെ സലാമത്താക്കി മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ.